ചേട്ടാ എന്നെ തമ്പ് വെക്കുമോ നിങ്ങൾ? ഉള്ള സമയം കൊണ്ട് നല്ല രീതിയിൽ നല്ലപോലെ മാക്സിമം കുറെ യാത്രകൾ ചെയ്യാൻ പറ്റും. ഓക്കെ, റിലേഷൻഷിപ്പ് കുട്ടിയുടെ ബ്രേക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കേസ് പ്ലീസ് നോട്ട്. അവരൊക്കെയായിരിക്കും ചിലപ്പോൾ ലൈഫിൽ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് ഓടിയൊക്കെ എത്തുന്നവരവരായിരിക്കും. സോ സുഹൃത്തുണ്ട്, പക്ഷെ കാണുന്നില്ല. സുഹൃത്തുക്കളുണ്ട്, കാണുന്നില്ല, കാണാൻ പറ്റുന്നില്ല. എല്ലാവരും പല വഴിക്കായി. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ചുമ്മാ പറയുന്നത്. ഓക്കെ, നാട്ടുകാരെല്ലാവരും കഷ്ടമില്ലാതെ ജീവിക്കണം, അതാണ് നമ്മുടെ പ്രധാനം. അപ്പോൾ സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്. വീട് വെക്കണം. അത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതിനും പ്രതീക്ഷയില്ലായിരുന്നു. കഴിഞ്ഞ വർഷം ഒരു പ്രൊഫഷണലി നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റി. ഡയറക്റ്റ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ കയറി ഞാൻ. അപ്പൊ തന്നെ കുറെ ഫ്രണ്ട്സിനെയും പരിചയപ്പെടാൻ പറ്റി. ജനറേഷനിൽ അവർക്ക് ആവശ്യമുള്ള നല്ല വിദ്യാഭ്യാസങ്ങൾ, ജോലി സാധ്യതകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി പേര് പുറത്തോട്ട് പോകുന്നുണ്ട്. ഹായ് ഗൈസ്, നമ്മളിന്നുള്ളത് കോട്ടയത്താണ്. കോട്ടയം നാഗമ്പടം മുനിസിപ്പൽ പാർക്കിലാണുള്ളത്. കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നെന്നും ഈ വർഷമാണെങ്കിൽ ഇനി വരുന്ന 2024 എങ്ങനെ പോകണമെന്നും നമുക്കാണെങ്കിൽ പബ്ലിക്കിൻ്റെ അടുത്താണെങ്കിൽ ഒന്ന് ജസ്റ്റ് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്താ പേര്? എന്റെ പേര് റാണി രഞ്ജിത. രാഹുൽ രാജീവ്. ഇവിടെ തന്നെ കോട്ടയം തന്നെയല്ലേ? കോട്ടയം. ഓക്കെ, ഇപ്പം നമ്മൾ ന്യൂ ഇയർ ഒക്കെ ആണല്ലോ. അന്നേരം ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് ഇയറിനെ പറ്റിയാണ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചാണെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഇയർ ആണെന്ന് തന്നെ പറയാൻ പറ്റും. ബിക്കോസ് നമ്മൾ കുറേ കാര്യങ്ങൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം പാസ് ഔട്ടായി. ഇപ്പം കരിയർ വൈസ് നോക്കുവാണെങ്കിൽ പാസ് ഔട്ടായി. ഞാൻ ജേർണലിസം പഠിച്ചതാണ് കോട്ടയം യൂണിവേഴ്സിറ്റി കോളേജിൽ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ജോബിലോട്ട് കയറി. പിന്നെ കുറേ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വെച്ച കാര്യങ്ങളുണ്ടായിരുന്നു. കുറച്ച് യാത്രയൊക്കെ പോയി. ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, ഡ്രീം ഡെസ്റ്റിനേഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കവറപ്പ് ചെയ്യാൻ പറ്റിയ ഒരു 2-3 പ്ലേസ്. സോ അതാണ് എനിക്ക് ഏറ്റവും നല്ല കാര്യമായിട്ട് തോന്നിയത്. ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ പോകാനായിട്ട് ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥലം കാണുമല്ലോ, അന്നേരം അതേതാ? അങ്ങനെ പറയുകയാണെങ്കിൽ ഒന്ന് ദൂദ്സാഗർ വാട്ടർഫോൾസ് ആണ് പോകാൻ ആഗ്രഹിച്ചിട്ട് പറ്റാഞ്ഞത്. പിന്നെ ജാനുവരി ഇത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കാശ്മീർ. പിന്നെ മേഘാലയ പോകണമെന്ന് കാലങ്ങളായിട്ടുണ്ടായിരുന്നു. ഈ 3 സ്ഥലങ്ങളും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ പറ്റുവാണെങ്കിൽ വാരണാസിയിൽ ഈ വരുന്ന ഹോളിക്ക് മാർച്ച് 25 പോകണമെന്നുണ്ട്. ലീവും സാഹചര്യങ്ങളും ഒക്കുവാണെങ്കിൽ ഞാൻ ഇതിലൊരു യൂട്യൂബ് ചാനലായിട്ട് വരാൻ കാണിക്കുന്നത്. താല്പര്യമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം നോക്കണം, പക്ഷെ റിവീൽ ചെയ്യുന്നില്ല. നടക്കുവാണെങ്കിൽ നടക്കട്ടെ. ഇതുപോലെ നല്ല രീതിയിൽ ഉള്ള സമയം കൊണ്ട് നല്ല രീതിയിൽ നല്ലപോലെ മാക്സിമം കുറെ യാത്രകൾ ചെയ്യാൻ പറ്റും. നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഈ പുതിയ വർഷം വരുവാണല്ലോ, അന്നേരം നമ്മളെ എല്ലാ വർഷമാണെങ്കിൽ ഓരോ ഇച്ചിരി കൂടെ ബെറ്റർ ആക്കണമെന്നാണല്ലോ എല്ലാവരും. അന്നേരം അങ്ങനെ ബെറ്റർ ആക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ? അങ്ങനെ പറഞ്ഞാൽ ഓരോ നിമിഷവും പാഴാക്കാതെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യണമെന്നും യാത്രകൾ ചെയ്യണമെന്നും പുതിയ അറിവുകൾ നേടണമെന്നാണ് ഈ കൊല്ലത്തിലേക്ക് ഫുൾ റെസൊല്യൂഷൻ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം എന്താ? അത് സെപ്റ്റംബർ സമയത്ത് രാജസ്ഥാന് പോയത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. നല്ല ചൂടായിരുന്നു. അല്ലാതെ പൊതുവെ കേരളത്തിൽ നിൽക്കുന്ന പറഞ്ഞുള്ളൊരു കേരളത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഇവിടുത്തെ കറപ്ഷനും ഇങ്ങനത്തുള്ള കാര്യങ്ങളും തന്നെ ഇവിടുത്തെ മൊത്തത്തിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ചേട്ടാ എന്നെ തമ്പ് വെക്കുമോ നിങ്ങൾ? ഞാൻ ഇത് കൊടുത്തോട്ടെ. എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ. അപ്പം ബാക്കി ആളുകളുടെ അടുത്തൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ആള് സഹായിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഞാൻ എന്റെ ജോലി അയാൾക്ക് വെച്ചു മാറുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ചേട്ടന്റെ ജോലി ഞാനിപ്പോ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. 2023 വർഷം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് ആളുകളോട് ചോദിച്ചറിയാം. അതുപോലെ തന്നെ 2024 പുതുവർഷം വരാൻ പോവുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് അവരുടെ പ്രതീക്ഷകളിൽ നിന്നും സ്വപ്നങ്ങളിൽ നിന്നും എല്ലാം നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അക്ഷരനഗരിയിൽ തന്നെയാണ്. അക്ഷരനഗരിയിലെ നാഗമ്പടം മുനിസിപ്പൽ പാർക്കിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് ഫാമിലീസും ഫ്രണ്ട്സും കപ്പിൾസും കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ട്. അവരുടെ ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞ ഈ സമയം ഒന്ന് അടിച്ചു കളിക്കാൻ വന്ന അടിപൊളി ടൈമിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ ചോദിച്ചു തുടങ്ങാം ഗൈസ്. അപ്പൊ നിങ്ങൾ എന്ത് പറയുന്നത്? ചോദിക്കല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരാണ് നോവിമർ മീഡിയ. അപ്പൊ ഇതിന്റെ ഭാഗമായി പുതിയ ന്യൂ ഇയറിന്റെ വിശേഷങ്ങൾ നമുക്ക് ഇവിടെ ആൾക്കാരോടൊക്കെ ചോദിക്കാം. കമൺ ഗൈസ്, ഫോളോ മീ. ഹായ്, എന്റെ പേര് ഫീബ. എന്റെ പേരും ആൻ. ഇത് ആരുടെ ബർത്ത്ഡേ ആയിരുന്നു ഇതിനകത്ത്? ഇവളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എനിവേ ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഡിയർ. അപ്പം എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പാസ്റ്റ്? നിങ്ങളുടെ 2023 നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നോ അതോ മോശമായിരുന്നോ? എങ്ങനെയായിരുന്നു? ഒരു വാലുവേഷൻ പറയുകയാണെങ്കിൽ 23 എന്ന് പറയുമ്പോൾ ക്യാമറ അവിടെ ഉണ്ട്, ജസ്റ്റ് ക്യാമറ ഓൺ സെറ്റ് ചെയ്തോളൂ. ലേണിംഗ് ഇയർ. എവിടെയാ പറഞ്ഞോ? നല്ലൊരു ലേണിംഗ് ഇയർ ആയിരുന്നു. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. സോ ഇനി ആ മിസ്റ്റേക്സ് ഒന്നും ചെയ്യാതെ നെക്സ്റ്റ് ഇയറിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം.
അതൊക്കെ അതിലൊരു മിസ്റ്റേക്ക് പറയാൻ പറ്റുമോ? എന്താണ് പുറത്ത് പറയാൻ പറ്റുന്ന ഒരു മിസ്റ്റേക്ക്? ഓവറായിട്ട് കെയർ ചെയ്യുക, അറ്റാച്ച്ഡ് ആവുക. ഓക്കെ, റിലേഷൻഷിപ്പ് കുട്ടിയുടെ ബ്രേക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കേസ് പ്ലീസ് നോട്ട്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് എന്താണ് എക്സ്പെക്ടേഷൻസ് ഉള്ളത്? കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇമ്പ്രൂവ് ചെയ്യാം. എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളത്, അടുത്ത വർഷം ഞാൻ ഇത് ചെയ്യണം. ഇപ്പൊ പലരും ആണെങ്കിൽ ഫസ്റ്റ് ചെല്ലുമ്പോഴേ മറ്റേ ന്യൂ ഇയറിന് ജിമ്മിൽ ചെല്ലണം, അടുത്ത സ്ഥലം പോകണം, നന്നാകണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു കാര്യം? സത്യം പറഞ്ഞ അങ്ങനെ ഒരു ഡ്രീം ഓക്കേടാ കുട്ടാ, നമ്മള് ഡ്രീം വേണമെന്നാണ് നമ്മളോട് ആര് പറഞ്ഞേക്കുന്നത്? സന്തോഷ് ജോർജ് കുളം അങ്ങനെ പറഞ്ഞേക്കുന്നത് ഡ്രീം വേണമെന്നാണ്. പിന്നെ അതുപോലെ അബ്ദുൽ കലാമും പറഞ്ഞിട്ടുണ്ട് സ്വപ്നം കാണണമെന്ന്. എന്നിട്ടാണോ നിങ്ങൾ എന്താ സ്റ്റുഡന്റ്? LLB സ്റ്റുഡന്റ് അല്ലേ? ഓക്കെ, എന്നാൽ താങ്കളുടെ അഭിപ്രായം പറയാമോ? 2023 നിങ്ങൾ മീറ്റ് ചെയ്ത ഒരാളെ പറ, നിങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയ ഒരു പേഴ്സണെ പറ്റി പറയാം. നിങ്ങൾ ആരുടെ പേര് പറഞ്ഞു? ബോയ് ഫ്രണ്ട്. ഓക്കെ, ഇത് അപ്പിയെന്നോട് കുഴപ്പമില്ലല്ലോ, ബോയ് ഫ്രണ്ട് എന്നൊക്കെ വിളിച്ചു കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ഇപ്പൊ സിംഗിൾ അല്ല, കമ്മിറ്റഡ് ആണ്. അപ്പൊ നെക്സ്റ്റ് ഇയർ കല്യാണം ഉണ്ടായിരിക്കോ? കല്യാണം അല്ല, നമ്മളിപ്പം കറന്റ് പ്ലാനിങ് ഒന്നും ഇല്ല. അപ്പൊ ഇനി 2023 പറ്റി പറഞ്ഞോ. 2023, 2024 ഒരിത്. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്സിൻ്റെ വില അറിയാൻ പറ്റിയൊരു കാലമാണ് 23 എന്ന് പറഞ്ഞാൽ. ഈ ടുവേർഡ്സ് ദ എൻഡ് ആണ് എനിക്ക് കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടിയതും. ഈവൻ ഇന്ന് ഇവിടെ നടന്ന ബർത്ത്ഡേ പാർട്ടി പോലും ഇവരാരും എനിക്കൊരു 1 ഇയറിന് മുകളിൽ പോലും നല്ല പരിചയമുള്ളവരല്ല നേരത്തെ. സോ 1 ഇയറിന് മുകളിൽ പരിചയമുള്ള ഒരുപാട് ആൾക്കാർ ഫ്രണ്ട്ഷിപ്പ് പോയിട്ടുണ്ട്. നമ്മൾ അവർക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് അങ്ങോട്ട് കൊടുത്തു തന്നവർ ഒത്തിരി പേരുണ്ട്. പക്ഷേ ലൈഫിൽ നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്ന ചില ആൾക്കാർ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പരിചയപ്പെടുന്നവർ, അവരൊക്കെയായിരിക്കും ചിലപ്പോൾ ലൈഫിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് എത്തുന്നവർ അവരായിരിക്കും. സോ my boyfriend is one among them and my best friend is one among them and like this is one of my other besties, she is also one among them. അതുകൊണ്ട് like I'm so blessed. 2023 as well as in the beginning I got കുറേ ഷിറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. But towards the end, by the grace of God, everything turned out well. Okay, but 2024 നിങ്ങൾക്ക് അടിപൊളിയായിരിക്കട്ടെ ഞാൻ വിഷ് ചെയ്യുന്നു. Anyways, again happy birthday to you. Thank you. Thank you. Okay, bye, see you. ആന്റിയുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് രാധാമണി. രാധാമണി. എവിടുന്ന വീട്? പാറമ്പുഴ. പാറമ്പുഴ. അപ്പൊ കോട്ടയംകാര് തന്നെയാണ്? കോട്ടയംകാര് തന്നെ. കോട്ടയംകാരാണ്. അപ്പൊ ഇവിടെ സ്ഥിരം വരുന്നതാണോ? അങ്ങനെ വരില്ല, നല്ല ഇടയ്ക്കെല്ലാം വരും. ഓക്കെ, 2023 പറ്റി ആന്റിക്ക് എന്താ പറയാനുള്ളത്? അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റത്തില്ല. കൊറോണയും അല്ലാതെ കൊറോണ കഴിഞ്ഞിട്ട് 4 വർഷമായി. വേറെ അല്ലാതെ ഒക്കെ കുഴപ്പമില്ല. സന്തോഷമാണോ? വെള്ളം പൊങ്ങി. വെള്ളം പൊങ്ങി ഞങ്ങൾക്കൊക്കെ വെള്ളം. ഓ, ഇത് കുമരകം സൈഡാണോ? അല്ല, ഈ തിരുവഞ്ചി പാറമ്പുഴ. ആ, ഓക്കെ. വെള്ളം പൊങ്ങി. വെള്ളം പൊങ്ങി. ഇല്ല, അടിച്ചു പൊളിച്ചൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു. ഓണമൊക്കെ നല്ല ഇതായിട്ട് നോക്കി, ക്രിസ്മസ് നല്ല ഇതായിട്ട് നോക്കി, പടക്കം പൊട്ടിച്ചു. ഓണത്തിന് അവിടെയൊക്കെ ഇവിടെയൊക്കെ പോയി, യാത്ര പോയി. എവിടെ യാത്ര പോയത്? ബന്ധുക്കാരുടെ വീട്ടിൽ പോയി. ബന്ധുക്കാരുടെ വീടുകളിലൊക്കെ പോയി. അപ്പം ചോദിക്കാൻ പറ്റപ്പോഴത്തേന് ഈ ഒരു 2024 തുടങ്ങാൻ പോകണല്ലോ, അപ്പോൾ തന്നെ ഇന്നേ വരെ പരിചയപ്പെടാത്ത ഒരു, അല്ലെങ്കിൽ പരിചയപ്പെടുത്ത ഇത്രയും കാലം കൂടി കാണാത്തൊരു സുഹൃത്തിനെ പണ്ടുണ്ടായിരുന്ന ആ ഒരു സുഹൃത്ത്, അപ്പോൾ തന്നെ ഇപ്പൊ കാണാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കും പറയാൻ പോകുന്നത്? കുറെ കാലം കൂടി കാണാതെ ഭയങ്കര സന്തോഷമായിരിക്കും. ഒത്തിരി കാര്യങ്ങളൊക്കെ, പഴയ കാര്യങ്ങളും ഞങ്ങളുടെ പഴയ കൂട്ടിൻ്റെ കാര്യങ്ങളും ഒത്തിരി സന്തോഷം. അങ്ങനെ ഒരു സുഹൃത്ത് ഇപ്പോൾ ഉണ്ടോ? സുഹൃത്തുണ്ട്, പക്ഷെ കാണുന്നില്ല. സുഹൃത്തുക്കളുണ്ട്, കാണാൻ പറ്റുന്നില്ല. എല്ലാവരും പല വഴിക്കായി പോയില്ല, കാണാൻ പറ്റുന്നില്ല. കണ്ടാൽ ഭയങ്കര സന്തോഷമായി. പഴയ കാര്യങ്ങളും ഇപ്പോൾ ഉള്ള കാര്യങ്ങളും മുന്നോട്ടുള്ള കല്യാണം കഴിഞ്ഞുള്ള ജീവിതങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കും. പിള്ളേരെന്താ, കൊച്ചുമക്കളുണ്ടോ, അതൊക്കെ ചോദിക്കും. ആന്റിയുടെ പിള്ളേരൊക്കെ ഇതെല്ലാം എൻ്റെ പിള്ളേരാണ്. ഒന്നിത് എല്ലാവരും ചുമ്മാ വന്നൊരു ഹാപ്പി ന്യൂ ഇയർ പറയാമോ ക്യാമറയ്ക്ക് നോക്കിയിട്ട്? അത് എല്ലാവരും. എന്നെ മോന്റെ പേര് ദർശൻ. ഓക്കെ, ബാ കുഞ്ഞുമ്മ. മോന്റെ പേരെന്താ? അഭിനവ് ജിജി. എത്രയാണ് പഠിക്കുന്നത്? ഞാൻ 9ൽ. മോളുടെ പേരെന്താ? അതുല്യ. ഓക്കെ, അപ്പൊ എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ നോക്കിയിട്ട് ഇങ്ങനെ പറയാമോ? ഹാപ്പി ന്യൂ ഇയർ. എന്തായിരുന്നു പേര്? എൻ്റെ പേര് ലിബിന. അപ്പോ ഞാൻ വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യുവാണ്? ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുവാണ്. ഓക്കെ, അപ്പൊ ജർമ്മനിക്ക് പോകുവാണ്. അപ്പൊ ഓക്കെ, പറഞ്ഞോ 2023 നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു വർഷം? കുഴപ്പമില്ലാത്ത വർഷമായിരുന്നു. ഇന്നിപ്പോൾ +2 കഴിഞ്ഞ് ഡയറക്റ്റ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ കയറി ഞാൻ. അപ്പൊ തന്നെ കുറെ ഫ്രണ്ട്സിനെയും പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ നല്ല രീതിക്ക് പോകുന്നു. അപ്പൊ 2024 പറ്റി നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്താണ്? രണ്ടുപേർക്കും പറയാൻ കേട്ടോ. 24 പറ്റിയാണെങ്കിൽ ഉടനെ ജർമ്മനിക്ക് പോകും തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോ എല്ലാവരും എല്ലാവിധ ആശംസകളും നേരുന്നു. ഉടനെ തന്നെ ജർമ്മനിക്ക് പോകാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷയത്തും കൂടെ പറയാൻ പറ്റുമോ? ഹാപ്പി ന്യൂ ഇയർ കൂടെ ചേർന്ന് എല്ലാവർക്കും ഹാപ്പി. എന്തായിരുന്നു പേര്? കെസിയ. ആന്റിയുടെ പേര്? ഷീല. ഏതാ നാട്? കഞ്ഞിക്കുഴി. കഞ്ഞിക്കുഴിയില്ല, ഇപ്പൊ അടുത്ത് തന്നെയാണ്.
അപ്പൊ എന്റെ ചോദ്യം ഇത്രയാണുള്ളത്, 2023 വർഷം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? 23 കുഴപ്പമില്ലായിരുന്നു. എങ്കിലും സാമ്പത്തികമായ നമ്മുടെ കുറച്ച് ഇതുണ്ടല്ലോ, എന്നതാ സാമ്പത്തിക പ്രശ്നങ്ങൾ, സാമ്പത്തിക മാധ്യമങ്ങൾ ഡെഫിഷ്യൻസി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇനി നല്ലൊരു 2024 നല്ലതായിരിക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും പ്രതീക്ഷിക്കാം. 2024 അങ്ങനെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയുന്നത്? നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ഫുഡ് ഐറ്റംസിൻ്റെ അതിനിപ്പോൾ ഒത്തിരി ഇതുണ്ടല്ലോ, ലഭ്യത കുറവുണ്ട് നമ്മുടെ സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങളിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സർക്കാർ ഒന്നുകൂടെ നന്നായിട്ട് വരുവാണെങ്കിൽ, സബ്സിഡിയും കാര്യങ്ങളും ഒക്കെയുള്ള ഐറ്റംസ് വരുവാണെങ്കിൽ ജനങ്ങൾക്ക് അത് ഒത്തിരി നന്നായിരിക്കും. അല്ലെങ്കിൽ എന്താ വിലക്കയറ്റം ഉണ്ടാവുകയും ചെയ്യും, ജനങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യും. ഭാവിയിൽ 2024 നോക്കിക്കാണുന്ന ഒരു കാര്യം ഒക്കെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേനും സ്വപ്നം എന്തുമായിരിക്കും? സ്വപ്നം എന്ന് പറയുമ്പോഴത്തേനും നല്ലൊരു നെക്സ്റ്റ് ജനറേഷൻ, നല്ലൊരു ന്യൂ ജനറേഷനിൽ അവർക്ക് ആവശ്യമുള്ള നല്ല വിദ്യാഭ്യാസങ്ങൾ, ജോലി സാധ്യതകൾ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി പേര് പുറത്തോട്ട് പോകുന്നുണ്ട്, കാനഡ പോലുള്ള അനേക രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പം അവർക്ക് ജോലി വാങ്ങിത്തരാനായിട്ട് നമ്മുടെ സർക്കാരിന്, നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ അതിനുള്ള സംരംഭങ്ങൾ വരുവാണെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന് നമുക്ക് അവരിൽ നിന്ന് ഒത്തിരി ബെനിഫിറ്റുകളും നമ്മുടെ രാജ്യത്തിന് കിട്ടും. പുറത്തു പോകാതെ നമ്മുടെ രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള എല്ലാ ബെനിഫിറ്റുകളും, പുരോഗതി, സമ്പന്നത നമ്മുടെ നാടിന് തന്നെ നേടിയെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് സർക്കാരും കൂടെ സപ്പോർട്ടാകണം. സർക്കാർ സപ്പോർട്ടാണ്. ഓക്കെ, പുതിയ സംരംഭങ്ങൾ വരണം. ജനങ്ങൾക്ക് നല്ല, നമ്മുടെ ജനറേഷന് നല്ല എന്ത് വേണം? നല്ല ജോലി സാധ്യതകൾ നേടിത്തരണം. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വേണം. നല്ലൊരു ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നമുക്ക് ഉണ്ടാകത്തുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ നേഷനും അതൊരു പുരോഗതി ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, എന്തായാലും നല്ല വലിയൊരു കാഴ്ചപ്പാടും അല്ലെങ്കിൽ വലിയൊരു പെർസ്പെക്റ്റീവിന്റെ ഉടമയാണ് ഇരിക്കുന്നത്. സ്വന്തം കാര്യമല്ല, മറ്റുള്ളവരുടെ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞാൽ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. കേൾക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. ഹാപ്പി ന്യൂ ഇയർ. എന്തായിരുന്നു പേര്? സതീഷ് കുമാർ. ഞാൻ ഇത് പിടിക്കാവോ? ഓക്കെ, പേര്? എവിടെ വീട്? മീനടോ എന്ന് പറയും, പുതുപ്പള്ളി അടുത്താണ്. ഓക്കെ, അപ്പം ഒരു 2023 പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കഴിഞ്ഞു പോയ വർഷത്തെ ഒരു ടോട്ടൽ വിലയിരുത്തുകയാണെങ്കിൽ 2023 2022 പോലെ തന്നെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും 2024 ഇച്ചിരൂടെ നല്ലതാകുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. പ്രൊഫഷണലി എന്തായിരുന്നു പ്രൊഫഷൻ? ഞാനൊരു കോളേജ് അധ്യാപകനാണ്. കോളേജ് അധ്യാപകൻ. എവിടെ തന്നെയാണോ? ഇവിടെയല്ല, കുട്ടിക്കാനത്താണ്. കുട്ടിക്കാനം നമ്മുടെ നാടാണ്. എവിടുന്നാ? ഓക്കെ. ഞാൻ മരിയൻ കോളേജിൽ. ഞാൻ പെരുവന്താനം. അത് ശരി. എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ വർക്ക് ചെയ്യുന്നു, ട്രിവാൻഡ്രത്ത്. ഓക്കെ, അപ്പൊ എന്താണ് സാറിന്റെ ഒരു അധ്യാപകനാണല്ലോ, സാറിന്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞൊരു സാധനം ഈ കഴിഞ്ഞ വർഷം നടന്നു പോയിട്ടുണ്ടെന്ന്? ഡ്രീം എന്ന് പറയാനെങ്കിലും അച്ചീവ് ചെയ്ത ഒരു ഗോൾ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, കഴിഞ്ഞ വർഷം ഒരു പ്രൊഫഷണലി നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റി. കോളേജിൻ്റെ ഒരു നാക് അക്രഡിറ്റേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കോളേജിൽ വന്നപ്പോൾ ഞാൻ പ്രിൻസിപ്പലിൻ്റെ പ്രസൻറ്റേഷൻ ഞാനാണ് ചെയ്തത്. അന്നപ്പം നാക്കിൻ്റെ ചെയർമാനും അതിൻ്റെ PTA മെമ്പേഴ്സും ഒക്കെ നല്ലതായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അതൊരു നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അതൊരു ഭാഗമാണ്. അതിൻ്റെയൊക്കെ എന്താണ് കോൺട്രിബ്യൂഷനായിട്ട് നമുക്കൊരു A++ ഗ്രേഡ് കിട്ടി. അപ്പം അതൊരു വലിയൊരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. പേഴ്സണലി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമായിരുന്നു. ഇനി ഫാമിലിയിലോട്ട് വരുവാണെങ്കിലോ സാറിന് നിങ്ങൾ പറയാൻ പറ്റിയ ഒരു കാര്യം കാണുമായിരിക്കുമോ? ഫാമിലിയിലോട്ട് വരുമ്പോൾ കുട്ടികൾ ഒക്കെ തന്നെയാണ്. കുട്ടികൾ വളർന്നു വരുന്നതായിരുന്നു. അപ്പം അവരാണ് നമ്മുടെ ഇനിയും പ്രതീക്ഷ. അപ്പം ഇനി അവരുടെ അച്ചീവ്മെന്റ്സ് നമ്മൾ കാണുക എന്നുള്ളതാണ്. കാലമൊക്കെ കഴിഞ്ഞു പോകാൻ തോന്നുന്നു. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ആ കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ സാറിന് അടുത്ത 2024 എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻസ്? കുറച്ചുകൂടെ കരിയറിൽ നമുക്ക് ഇച്ചിരി ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ട്. പുതിയ വെഞ്ചേഴ്സിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ട്. അത് പിന്നീട് സ്വന്തമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണമെന്നുള്ളൊരു ചിന്തയിലോട്ട് പോകുന്നു. അതുപോലെ സാറിന്റെ എല്ലാ കാര്യങ്ങളും സാർ ആഗ്രഹിക്കുന്നത് നടക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു സാർ, ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ മാം. താങ്ക് യു. ചേച്ചി എന്തായിരുന്നു പേര്? ഇത് പിടിച്ചോ. എങ്ങനെ? പേര് ചിഞ്ചു. ചേട്ടൻ്റെ പേര്? വിജീഷ്. നിങ്ങൾ കോട്ടയംകാരാണോ? എവിടെ വീട്? മോനിപ്പള്ളി. ഓക്കെ, അപ്പം 2023 വർഷം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നോ മോശമായിരുന്നോ? എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം?
2023 കുഴപ്പമില്ലാത്തൊരു വർഷമായിരുന്നു. കാരണം കോവിഡിനൊക്കെ ശേഷം പുറത്തിറങ്ങാതെയൊക്കെ ഇരുന്ന് 2020 2021 അങ്ങനെ ഇരുന്നിട്ട് 23 കുറച്ച് റിലാക്സ് ചെയ്ത് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ പറ്റി. ശുദ്ധവായു ശ്വസിക്കാൻ തുടങ്ങിയെന്ന് പറയാല്ലേ? കുഞ്ഞിനെ ആണെങ്കിലും പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റി. ഓക്കെ. കോവിഡിനൊക്കെ പേടിച്ച് നമ്മൾ ഇറങ്ങാറൊന്നുമില്ല. അങ്ങനെ അതുകൊണ്ട് കുറച്ച് റിലാക്സേഷൻ ആയിരുന്നു. ഇപ്പൊ വീണ്ടും പേടിച്ചു തുടങ്ങി. അപ്പൊ 2024 ഒരു പ്രതീക്ഷകളോ അല്ലെങ്കിൽ സ്വപ്നമോ എന്തെങ്കിലും ഒരു കാര്യം, വീട് വെക്കണമെന്നോ കാറ് മേടിക്കണോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം? വീടാണ്. വീട് വെക്കണം. അപ്പൊ ഇപ്പൊ വീടില്ല? ഇപ്പൊ വീട് തറവാട്ടിലാണ് താമസിക്കുന്നത്. ഓക്കെ. സ്വന്തമായിട്ടൊരു വീട് 2024 വെക്കണമെന്നാണ് ആഗ്രഹം. ചേട്ടനോ? അതെ. കുഞ്ഞോടെ പേരെന്താ? ദേവാൻഷ് എന്ന് പറയണ. ഉയ്യോ, ഇല്ല, ആള് നമ്മൾ വിചാരിക്കുന്ന ആളല്ല കേട്ടോ, നമ്മളോടൊന്നും സഹകരിക്കത്തില്ലെന്നാ പറയുന്നത്. സാരമില്ല, ഒരു ഹാപ്പി ന്യൂ ഇയർ പറയോ? അല്ല, എന്നാന്ന് കൂടെ അറിയത്തില്ല ഒത്തിരി തിരിക്കാന്ന്. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു. ആള് പേടിച്ചിരിക്കാൻ തോന്നുന്നു കേട്ടോ, നമുക്ക് കുഞ്ഞിനെ അധികം ബുദ്ധിമുട്ടിക്കണ്ടെന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കൂടെ കൂടിയാണ്. ഹാപ്പി ന്യൂ ഇയർ ചേച്ചി. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. ഹായ്, ഞാൻ നോവിമർ മീഡിയ എന്ന് വരുന്നതാണ്, യൂട്യൂബ് ചാനലിൽ നിന്ന്. അപ്പോൾ എൻ്റെ പേര് റാണി. എന്തായിരുന്നു പേര്? എൻ്റെ പേര് പീയൂഷ്. പീയൂഷ്. ആൻറ്റിയുടെ പേര്? ലിൻസി. പിള്ളേരുടെ പേരൊക്കെ? ഖന്നയും ഗബ്രിയേലും. ഓക്കെ, അടിപൊളി പേരാണല്ലോ. എത്രയിലാണ് പഠിക്കുന്നത്? ആ, 2-ല് 5-ല്. ഓക്കെ, എന്നാ ചെയ്യുക? ഇവിടെ കോട്ടയം തന്നെയാണോ? കോട്ടയം തന്നെ. അപ്പോൾ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, 2023 വർഷം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നോ മോശമായിരുന്നോ? മോശമാണോന്ന് ചോദിച്ചാൽ മോശമാണ്. മോശമാണ്. കാരണം ഇവിടെ ഉള്ള എക്സാംസ് എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ. അവസാനം നല്ലതാണെന്ന് വെച്ചാൽ പിന്നെ ടൂറൊക്കെ പോകാൻ പറ്റി, കുറെ ഫ്രണ്ട്സിനെ പുതിയതായിട്ട് കിട്ടി. ഓക്കെ. കുറെ മറക്കാൻ പറ്റുന്ന മെമ്മറീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, സെറ്റ്. അപ്പോൾ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? നല്ല വർഷമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി 2024 എന്തൊക്കെയാണ് ഒരു പ്രതീക്ഷകൾ എന്ന് പറയുന്നുള്ളത്? മുന്നോട്ട് പോകണം, എന്തെങ്കിലും ഒരു നന്നായിട്ട് മുന്നോട്ട് പോകണം. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2024 ചെയ്യാൻ വെച്ചേക്കുന്ന എന്തെങ്കിലും ഒരു സ്വപ്നമുണ്ടോ? നടക്കണമെന്ന്, ആ വർഷത്തിൽ നടത്തണമെന്നൊരു സ്വപ്നം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ? ഇങ്ങനെ ആയിരിക്കണം, ചെയ്യണ്ടേ, അങ്ങനെ എന്തെങ്കിലും? ഇപ്പോൾ ചിലരാണെങ്കിൽ ജിമ്മിൽ പോയി നന്നാകുന്നെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ചിലർ നല്ല അങ്ങനെയൊക്കെ ഓരോന്ന് എടുക്കുന്ന പോലെ. ഓക്കെ, അടിപൊളിയായിട്ട് തന്നെ പോകാൻ സാധിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ വിഷസ്. ഹാപ്പി ന്യൂ ഇയർ. ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാം അങ്ങോട്ട്? പറ്റത്തില്ല? ഓക്കെ, എന്നാ വേണ്ട, വിഷയമില്ല. ഹാപ്പി ന്യൂ ഇയർ എന്നോട് പറയത്തില്ലേ? ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എൻ്റെ പേര് റാണി. ഞാനിവിടെ നോവിമർ മീഡിയയുടെ ഭാഗമായിട്ട് വന്നേക്കാണ് ഒരു പബ്ലിക് റെസ്പോൺസ് എടുക്കാൻ. എന്താ നിങ്ങളുടെ പേര്? വിജയലക്ഷ്മി. തൻ്റെ പേര്? ശ്രുതി. മൈക്ക് ഇങ്ങോട്ട് നിൽക്കുന്നു. ശ്രുതി. എവിടുന്ന് വീട്? എൻ്റെ മുണ്ടൊക്കെ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? വർക്ക് ചെയ്യാണ്, IT പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് വെച്ചാൽ 2023 ഒരു വർഷം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ടോട്ടൽ ഒന്ന് എടുത്ത് നോക്കുവാണെങ്കിൽ നല്ലതായിരുന്നു മോശമായിരുന്നു ഒരു അഭിപ്രായം? വലിയ ഗുണമൊന്നുമില്ല. സൗണ്ട് ഓക്കെ ആയിരിക്കും? വലിയ കുഴപ്പമൊന്നുമില്ലാതെ തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോയി. ഓ, അപ്പോൾ അടിപൊളിയൊന്നും പറയുന്നില്ല, മോശമൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഏറ്റവും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താ നിങ്ങളുടെ 2023 നടന്നത്? ട്രിപ്പ് പോകുന്നു എല്ലാവരുമായിട്ട് പോകാൻ പറ്റി. ഓക്കെ, എവിടെ നിങ്ങൾ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ നിങ്ങൾ പോയത്? ഡ്രീം ഡെസ്റ്റിനേഷനിൽ പോയിട്ടില്ല, അല്ലാത്ത സ്ഥലങ്ങളൊക്കെ പോയി. ഇനി ഡ്രീം ഡെസ്റ്റിനേഷൻ വാരണാസി. ഓ, കൊള്ളാം, എല്ലാവരും വാരണാസിക്കാണല്ലോ. എന്നാ വാരണാസി പോണേ? നെക്സ്റ്റ് ഏപ്രിൽ ഓർ മെയ്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അവിടെ വെച്ചും കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്തായിരുന്നു 2023 നടന്നെന്ന് പറയുകയാണെങ്കിൽ? അല്ലെങ്കിൽ ഒരു ഭയങ്കര ഓക്വേർഡ് ആയിട്ട് തോന്നി എന്തെങ്കിലും ഒരു ഇൻസിഡന്റോ അല്ലെങ്കിൽ ഒരു മെമ്മറി പറഞ്ഞത്? ഇൻസിഡന്റ് വേണ്ട, അത് വർക്ക് ഫ്രം ഹോം ആണ്, പെട്ടെന്ന് വർക്ക് ഫ്രം ഓഫീസ് ആയത്. ഓക്കെ, അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യുക, വർക്ക് ഫ്രം ഹോം മാറിയതാണ് പുള്ളിക്കാരുടെ പ്രശ്നം. ഓക്കെ, അപ്പം നിങ്ങൾ 2 IT പ്രൊഫഷണൽസ് ആണ്. ഓക്കെ, അപ്പോൾ 2024 പറ്റി എക്സ്പെക്ടേഷൻസ് എന്തായിരിക്കും വരുന്നത്? പണി പോവരുത് എന്നുള്ളതാണ്. തൊഴിലില്ലായ്മ കൂടുതലാണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അങ്ങനെ സ്ട്രഗിൾ ചെയ്യണം ഇപ്പം. എന്നാലും വേറെ എന്തൊരു കാര്യം പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ജോലി പോകരുതെന്നല്ലാണ്ട് നമ്മുടെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? ഇനിയും എന്താ ഈ പ്രളയം പോലുള്ള ഒന്നും, കൊറോണ പോലുള്ള ഒന്നും വരരുതെന്ന്. ഓക്കെ, ഗ്രേറ്റ്. പ്രളയങ്ങളോ കൊറോണകളോ അങ്ങനത്തെ ഒരു മാരക സംഭവങ്ങൾ, ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകരുതെന്നാണ് പറയുന്നത്. യെസ്, പൊളി, അടിപൊളി സാധനം. ഓക്കെ, അപ്പൊ താങ്ക്സ്. ഹാപ്പി ന്യൂ ഇയർ. ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞെങ്കിൽ പറയാൻ പറ്റുമോ? ഹാപ്പി ന്യൂ ഇയർ. പക്ഷെ എനർജി ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ സത്യം. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെടാ, താങ്ക് യു സോ മച്ച്. അങ്ങ് വരാന്നാല്. ഹായ് ഗൈസ്, എന്തായിരുന്നു പേര്? വന്ദന. ബാക്കി? മുസ്ഫെറ. എൻ്റെ പേരോ? മീര. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ പ്രൊഫഷൻ എന്താ? ഞങ്ങൾ ഡിഗ്രി ചെയ്യുക. ഡിഗ്രി ചെയ്യും ഇവിടെ കോട്ടയം തന്നെ, BCM കോളേജിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ 2023 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഒറ്റ വാക്കി പറയേണ്ട, ഒരു സെന്റൻസ് ആയിട്ട് തന്നെ പറഞ്ഞോ.
അത്ര രസമൊന്നുമില്ലായിരുന്നു. അതെ അതെ. അതിന്റെ വെച്ച് അത്ര രസമില്ലെന്ന് പറയാൻ? എപ്പോഴും ക്ലാസ്സിൽ തന്നെയല്ലേ, വേറെ ഒന്നുമില്ല, പഠിക്കണമല്ലോ. വർഷം മൊത്തം പഠിക്കാന്ന് പറയുന്ന അത്ര പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ചുമ്മാ പറയുന്ന. ഓക്കെ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെയാണ് ഈ പറയുന്നത്, അത് ചുമ്മാ പറയുന്നത്. ചുമ്മാ എന്താ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് പഠിച്ചിട്ട്. ഓക്കെ, അപ്പം അടുത്ത വർഷം അപ്പൊ പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ? ഈ വർഷം കൊണ്ട് കഴിഞ്ഞു, തീർന്നു. അപ്പൊ ഇനി നെക്സ്റ്റ് പ്ലാൻ ആണ് 2024 നിങ്ങളുടെ പരിപാടി എന്താണ്? ഒരു പ്ലാനും ഇല്ല. ഓക്കെ, ലിവിംഗ് ദ മൊമെന്റ് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, അതിപ്പോ കാണാൻ സാധിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതായിരുന്നു പ്രൊഫഷൻ കോഴ്സ്? ഞാൻ ബികോം ചെയ്യുക. ബികോം. ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇനി നെക്സ്റ്റ് പറയാനുള്ളത് 2024 പറ്റി? സീരിയസ് ആയിട്ട് ചോദിക്കുവാണെങ്കിൽ നിങ്ങളുടെ എന്താണ് പ്ലാൻ? നല്ല വർഷമാകട്ടെ എന്ന് മാത്രം. ഓക്കെ ഗൈസ്, നല്ല വർഷം തന്നെ ആകട്ടെ. ഒരു ഹാപ്പി ന്യൂ ഇയർ ഇങ്ങനെ അടിപൊളിയെന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, എല്ലാവരും കൂടെ സെറ്റ് ആയിട്ടൊന്ന് പറയാമോ? ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഹായ് ചേട്ടാ, നമ്മൾ നവംബർ മീഡിയ എന്ന് വരുന്നതാണ്. അപ്പോൾ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അറുമുഖാണ്. അറുമുഖൻ. ചേച്ചിയുടെ പേര്? അംബിക. അംബികയാണ്. അംബിക അറുമുഖൻ. കുഞ്ഞോടെ പേര്? കുഞ്ഞിന്റെ സബറി കാർത്തിക്. ഓക്കെ, അപ്പൊ നാട്ടിൽ എവിടെയാ? നാട്ടിലെ ഇവിടെ കോട്ടയം തന്നെയാണ്, സ്വന്തം നാട് തമിഴ്നാടാണ്. ഓ, അപ്പൊ തമിഴ്നാട് പൗരനാണ്. അതെ. ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടാ 2023 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? കുഴപ്പമൊന്നുമില്ല, അടിപൊളി വർഷമാണ്. ഓക്കെ, എന്താണ് 2023 നടന്ന നല്ലൊരു കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങൾ രണ്ടുപേരുടെ ഇടയിലോ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ പ്രൊഫഷനായിട്ടോ? എനിക്കിപ്പോൾ നിങ്ങൾ കല്യാണമായി ഇപ്പം 4 വർഷം അങ്ങനെ കുഞ്ഞിന് കൊച്ചി കെട്ടിയായിരുന്നു കഴിഞ്ഞ വർഷം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ജീവിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ 2024 എന്തൊക്കെയാണ് പ്രതീക്ഷ? നന്നായിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. എന്താ ഒരു സ്വപ്നം എന്താ 2024 നടത്തണമെന്ന്? ചേച്ചിയുടെ ഒരു ഡ്രീം 2024 എന്തൊക്കെ വന്നേന്നൊക്കെ ചോദിക്കും. 2024 എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ കഷ്ടമില്ലാതെ പോകണം, എല്ലാം നാട്ടുകാരും എല്ലാവരും കഷ്ടമില്ലാതെ ജീവിക്കണം, അതാണ് നമ്മുടെ പ്രധാനം. ഓക്കെ, നന്മ മനസ്സിന്റെ ഉടമയാണ്, നാട്ടുകാരെല്ലാരും കഷ്ടമില്ലാതെ ജീവിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ അയൽവാസി എന്ന് വേണേൽ പറയാം, അയൽ സംസ്ഥാനത്തിലെ ചേട്ടൻ. അങ്ങനെയാണ്. അതെ, ചില കഷ്ടപ്പാടില്ലാതെ ജീവിച്ചു പോകണം, അത്രേ ഉള്ളൂ. ഞങ്ങൾ കേരളക്കാരൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? നല്ല മനുഷ്യരാ, നല്ല പസന്ത് തന്നെ. ഓക്കെ ഓക്കെ, അപ്പൊ ന്യൂ ഇയർ ഒക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? ന്യൂ ഇയർ വരാൻ പോകുന്നത് ക്രിസ്മസിനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഓക്കെ, ന്യൂ ഇയർ ഒക്കെ നല്ല അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ദീപാവലിയൊക്കെ ഉണ്ടോ? അടിപൊളിയായിരിക്കും. ഓക്കെ, പിന്നെ ഇനി എന്താ ഒരു ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ പറയാൻ പറ്റുമോ? 2024 ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ജോലി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്വപ്നം സാക്ഷാത്കാരം? നമ്മൾക്ക് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മൾ ഡെയിലി ജോലിക്കാരനാണ്. നമ്മളൊരു ജോലി നല്ല നമ്മളായിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം ഒരു ജോലി, സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതെന്തായാലും നടക്കട്ടെ. പ്ലാൻ ഒക്കെ നടന്നോ? പ്ലാൻ ഒന്നും നടന്നില്ല, അങ്ങനെ എല്ലാം നടക്കും, എല്ലാം നടക്കട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടാ താങ്ക് യു സോ മച്ച്. ഹാപ്പി ന്യൂ ഇയർ. ചേച്ചി ഹാപ്പി ന്യൂ ഇയർ. ആയിക്കോട്ടാ, ഹാപ്പി ന്യൂ ഇയർ. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? മനു. ചേച്ചിയുടെ പേര്? ഗീതു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീട് എവിടാ? എവിടെയാ? കബീർ. ഇവിടെ കോട്ടയം തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, 2023 വർഷം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല വർഷമായിരുന്നോ മോശം വർഷമായിരുന്നോ? അടിപൊളിയായിരുന്നു. അപ്പൊ ഏറ്റവും അടിപൊളി നടന്നൊരു കാര്യം എന്തായിരുന്നു നിങ്ങളുടെ 2023? രണ്ടുപേർക്കും കൂടെ ഉള്ള ഒരു കാര്യം പറഞ്ഞത്, നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഇത്. കല്യാണം കഴിഞ്ഞ എത്ര വർഷമായി? 11 വർഷം. ഓക്കെ, അടിപൊളി സംഭവം പറഞ്ഞു. എന്നാല് ചേച്ചിക്കും പറയാൻ കേട്ടോ ഇതിനകത്ത്. അന്ന് അടിപൊളിയാന്ന് പറഞ്ഞ് ചേട്ടനല്ലേ, ചേട്ടനോ പറയട്ടെ, അതല്ലേ എന്റെ ശരി? ഒട്ടും പ്രതീക്ഷിക്കാതെ പുള്ളിക്കാരുടെ ഒരു ഗിഫ്റ്റ് വാങ്ങി തന്നു. ഓക്കെ, ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു, അത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത്രയും പ്രതീക്ഷയില്ലായിരുന്നു. എന്തുവായിരുന്നു ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ചേച്ചി ഒന്ന് മൈക്ക് ഓക്കെയാണ്, പറഞ്ഞോ. ആളുടെ ബർത്ത്ഡേ ആയിരുന്നു, പെട്ടെന്ന് ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് തോന്നി. അത് പക്ഷേ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഫസ്റ്റ് ടൈം, 11 വർഷത്തിനിടെ ഫസ്റ്റ് ടൈം ആയിട്ട് കിട്ടിയ സർപ്രൈസ്. ഓക്കെ, എന്നിട്ട് സെറ്റായി. കേക്ക് ഒക്കെ ആണോ അതോ വേറെ ഗിഫ്റ്റ് ആയിട്ടാണോ? കേക്ക് ആയിരുന്നു. പിന്നെ ഒരുപാട് സന്തോഷമായിരുന്നു, അന്ന് ഫുള്ള് ഹാപ്പി ആയിരുന്നു, ഫുള്ള് റൈഡിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മളൊരു ഹാപ്പി കപ്പിൾസിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്നായിരുന്നു ബർത്ത്ഡേ? എന്നായിരുന്നു? ഈ ഡിസംബർ. അയ്യോ, അപ്പൊ വളരെ റീസെന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ ആ ഹാപ്പിനെസ്സിൽ ഇപ്പോഴും എൻജോയ് ചെയ്തോണ്ടിരിക്കുവാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇനി ചേട്ടൻ എന്തായിരിക്കും ചേച്ചിക്ക് തിരിച്ചു കൊടുക്കാൻ പോണേ അടുത്ത വർഷം? ചേച്ചിയുടെ ബർത്ത്ഡേ എന്താണ്? ചേട്ടൻ ഏപ്രിൽ 28. ഇനി ഇത് മറക്കില്ല. ചേച്ചി അത്രയും ഗിഫ്റ്റ് നല്ല സർപ്രൈസ് തന്നെ, ഇനി മറക്കരുത്. അപ്പൊ 2024 വരുന്ന വർഷത്തിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതീക്ഷകള്? എങ്ങനെ പോകണം? എങ്ങനെയൊക്കെയാ? അടിപൊളിയായിട്ട് തന്നെ പോകണം. അപ്പൊ അടുത്ത വർഷം ചേച്ചിയൊക്കെ തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു സർപ്രൈസ് കേക്ക്. അപ്പൊ ചേട്ടൻ കൊടുക്കുവല്ലേ?
പിന്നല്ല, ആ സ്നേഹം നമ്മൾ കാണണം ഗൈസ്. കേക്കല്ല, അതിന് മേലെ കൊടുക്കുന്ന പറയുന്നത്. അപ്പൊ ചേട്ടാ ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു ചേട്ടാ. എന്റെ പേര് എൻ്റെ പേര് സണ്ണി. ഇങ്ങനെ പിടിച്ചിട്ടാവോ? മൈക്ക്. സണ്ണി. മോളുടെ പേര് അസിൻ. അസിൻ. എത്ര പഠിക്കുന്നത്? 9ാം ക്ലാസ്സിൽ. ഓക്കെ. അപ്പം ഇന്നാട് തന്നെയാണോ? എൻ്റെ പേര് വാഴൂര. വാഴൂര്. ആ ഓക്കെ, കൊടുങ്ങൂര് വാഴൂര്. ഓക്കെ. അപ്പോൾ ചേട്ടാ ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, 2023 വർഷം ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? 2021 വർഷം നല്ല വർഷമായിരുന്നു. നല്ല വർഷമായിരുന്നു. അപ്പം ആ നല്ല വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറയാമോ? ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത് ഞാനിപ്പോൾ എനിക്ക് 2 പിള്ളേരാണ്, എൻ്റെ വൈഫുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഇവരുമായിട്ട് ഇവിടെ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്, അത് കാണാൻ വന്നതാണ്. ഒരു ഇവിടെ നാഗമ്പലത്തൊരു ഫ്ലവർ ഷോ നടക്കുന്നതാണോ? അപ്പോൾ വൈഫിൻ്റെ വൈഫാണ് നിൽക്കുന്നത്. ഹായ് ചേച്ചി. അന്ന് വൈഫിനെയും കൂടെ നമുക്ക് ഫ്രെയിമിലോട്ടൊന്ന് കയറ്റാം. ഹായ് ചേച്ചി, ഇരിക്കുന്നോ? ഓക്കെ. വൈഫിൻ്റെ പേരെന്താണ്? എന്താണ്? ലിറ്റി. അപ്പോൾ ചേച്ചി ഇത്രയേ ഉള്ളൂ ചോദ്യം. 2023 വർഷം ചേച്ചിയെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു? ഇരുന്നോ? നല്ല വർഷമായിരുന്നോ മോശം വർഷമായിരുന്നോ? മൈക്കും കൊണ്ടുവന്ന് കൊടുക്കുമോ? അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന ഒരു നല്ലൊരു അനുഭവം ഒന്ന് പറയാമോ? മൈക്ക് അടുത്ത് പിടിച്ചോ. 2023 നല്ല വർഷമായിരുന്നു. ആ, ഓർത്തിരിക്കുന്ന അനുഭവം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കൊറോണയൊക്കെ കഴിഞ്ഞ് വന്ന ഒരു കാലമല്ലേ, അത് നല്ല അനുഭവം. മാസ്ക് ഇല്ലാതെ നടക്കാൻ പറ്റിയത് ഒക്കെ ഒരു നല്ല കാര്യമായിട്ട്. കൊറോണയൊക്കെ വന്നു കഴിഞ്ഞ ഒരു കാലമല്ലേ, അത് നല്ല അനുഭവം. ഓക്കെ. അപ്പോൾ 2024 എന്തൊക്കെ പ്രതീക്ഷകളാണ് ചേച്ചിക്കുള്ളത്? ഒരു സ്വപ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടത്തണമെന്ന് നമ്മൾ കരുതി മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന 2024 ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല, അപ്പോൾ സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, നടക്കട്ടെ. വേറെ എന്തെങ്കിലും പിള്ളേര് കാര്യങ്ങള്? പിള്ളേരൊക്കെ കൊച്ചു പിള്ളേരാ, 10ാം ക്ലാസ് കഴിയുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചേട്ടൻ്റെ സന്തോഷമായ ഒരു ജീവിതത്തിലേക്ക് ഇത് നല്ല വീടൊക്കെ വെക്കട്ടെ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ ചേച്ചി. ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. അപ്പോൾ നമ്മൾ കുറേ പേര് പരിചയപ്പെട്ടു, അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കി. അവർക്ക് കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. ഇനി വരുന്ന വർഷത്തിലാണ് എങ്ങനെ ആകണമെന്ന് ചോദിച്ചു. അന്നേരം പലരും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്, അല്ലേ? അതെ, ഒരുപാട് പേരെ നമ്മൾ ഇവിടെ വന്നിട്ട് കണ്ടു. കോളേജ് സ്റ്റുഡൻസിനെ കണ്ടു, ഫാമിലിനെ കണ്ടു, കപ്പിൾസിനെ കണ്ടു, ഫ്രണ്ട്സിനെ കണ്ടു, ജസ്റ്റ് ഒരു ഹാങ് ഔട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന കുറേ ആൾക്കാരെ കണ്ടു. അപ്പം പരിചയപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. ഒരുപാട് ആഗ്രഹം. കുറേ ആൾക്കാർ ജർമ്മനിക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ പഠിത്തം അടുത്ത് നിന്നൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് സ്വപ്നങ്ങളുള്ള ആൾക്കാരെ നമുക്ക് ഈ കാണാൻ പറ്റി. 2023 കുറേ ആൾക്കാർക്ക് നല്ലതായിരുന്നു. ഇപ്പം 2024 അവരുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്നാണ് എനിക്കും നമ്മുടെ ടീമിന് തന്നെ പറയാനുള്ളത്. അപ്പൊ 2024 എല്ലാവർക്കും അടിപൊളി വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ചേട്ടാ എന്നെ തമ്പ് വെക്കുമോ നിങ്ങൾ? ഉള്ള സമയം കൊണ്ട് നല്ല രീതിയിൽ നല്ലപോലെ മാക്സിമം കുറേ യാത്രകൾ ചെയ്യാൻ പറ്റും. ഓക്കെ, റിലേഷൻഷിപ്പ് കുട്ടിയുടെ ബ്രേക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർക്കായിരിക്കും ചിലപ്പോൾ ലൈഫ് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് ഓടിയൊക്കെ എത്തുന്നവരവരായിരിക്കും. സോ സുഹൃത്തുണ്ട്, പക്ഷെ കാണുന്നില്ല. സുഹൃത്തുക്കളുണ്ട്, കാണാൻ പറ്റുന്നില്ല. എല്ലാവരും പല വഴിക്കായി. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ചുമ്മാ പറയുന്നത്. ഓക്കെ. നാട്ടുകാരെല്ലാവരും കഷ്ടമില്ലാതെ ജീവിക്കണം, അതാണ് നമ്മുടെ പ്രധാനം. അപ്പോൾ സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്. വീട് വെക്കണം. അത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത്രയും പ്രതീക്ഷയില്ലായിരുന്നു. കഴിഞ്ഞ വർഷം ഒരു പ്രൊഫഷണലി നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റി. ഡയറക്റ്റ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ കയറി ഞാൻ. അപ്പോൾ തന്നെ കുറെ ഫ്രണ്ട്സിനെയും പരിചയപ്പെടാൻ പറ്റി. ജനറേഷനിൽ അവർക്ക് ആവശ്യമുള്ള നല്ല വിദ്യാഭ്യാസങ്ങൾ, ജോലി സാധ്യതകൾ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി പേര് പുറത്തോട്ട് പോകുന്നുണ്ട്. ഹായ് ഗൈസ്, നമ്മളിന്നുള്ളത് കോട്ടയത്താണ്. കോട്ടയം നാഗമ്പടം മുനിസിപ്പൽ പാർക്കിലാണുള്ളത്. കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നെന്നും ഈ വർഷമാണെങ്കിൽ ഇനി വരുന്ന 2024 എങ്ങനെ പോകണമെന്നും നമുക്കാണെങ്കിൽ പബ്ലിക്കിൻ്റെ അടുത്താണെങ്കിൽ ജസ്റ്റ് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്.